അസ്സലാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വളരെ ദയനീയമാണ് ഈ രോഹിംഗ്യൻ അഭയാർത്ഥി ബാലൻ്റെ ഇന്നത്തെ സ്ഥിതി. വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായി പഠിക്കുന്ന നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു ഇവൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മുഴുവനും കാണാപ്പാഠം പഠിച്ച ഒരു ഹാഫിള് കൂടിയാണ് ഈ ബാലൻ. सीरियस है। मेरे को पैसे नहीं है इलाज के लिए, उनका पापा भी नहीं है। സർവശക്തനായ നാഥൻ ഈ ബാലന് വലിയ പരീക്ഷണങ്ങളാണ് നൽകിയത്. मेरे बच्चा को बहुत नरम हो गया आज। मेरे बच्चा को हर बहुत प्रॉब्लम है, उनका देख के तो आप पैसे देते तो इलाज करते तो बहुत अच्छा होता। ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ പിതാവ് മരണപ്പെടുകയും അനാഥ ബാലനായി മാറുകയും ചെയ്തു. अस्सलाम वालेकुम रहमतुल्लाह वबरकातुहू। आप मैं इधर लाने के लिए पैसे भी नहीं है, मेरे पास ऑटो किराया भी नहीं है। फिर तुका के साथ लाया, तुका को बुला तो मैं रो रहा था, तुका बोल दिया। പിന്നീട് ഈ ബാലന് രക്തം കുറഞ്ഞു വരുന്ന ഒരു അസുഖമാണ് ഉണ്ടായത്. मेरे बच्चा को मदद कर दे तो मेहरबानी होता। मेरे बच्चा को कोई भी नहीं है, आप वालिदा बन के तो मदद करे तो बहुत मेहरबानी होता। ഇതിനു വേണ്ടി ചികിത്സിക്കാനോ അതിനുവേണ്ടി പണം ചെലവാക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും ഈ കുടുംബത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാലും ഇവരെ കൊണ്ട് കഴിയാവുന്നത് പോലെയൊക്കെ ഇവനെ ചികിത്സിച്ചു. 3 കൊല്ലമായി ഇവൻ ഈ കിടപ്പാണ്. ഇന്ന് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അതിനുവേണ്ടി ചികിത്സിക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കാത്തതുകൊണ്ട് ഇവർ നമ്മളോട് കൈനീട്ടുകയാണ്. ഇവനെ ചികിത്സിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കേണ്ടതാണ്. ഈ കുടുംബം ഇന്ന് ഇവന്റെ മരണം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. എന്തായാലും നമ്മൾ ഇത് കണ്ട ആളുകൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ചികിത്സകളൊക്കെ ഇവന് വേണ്ടി ചെയ്തു കൊടുക്കണം. അതിന് ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ താഴെ ചേർക്കുന്നുണ്ട്. നമ്മളിവനെ ഡോക്ടർമാരെ കാണിച്ചിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ പറയുന്നത് ഇവന് നല്ല കെയർ നൽകുകയും ആവശ്യമായ ചികിത്സ ഉടനടി നൽകുകയും വേണമെന്നാണ്. അതിനുവേണ്ടി ഇന്ന് ദിവസവും 4000 രൂപ വീതം ഇവന് ചെലവ് വരുന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തിന് അത് താങ്ങാനുള്ള ശേഷിയില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ദിവസമൊക്കെ നമുക്ക് ഇവന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കുമായിരിക്കും. എന്നാലും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ സഹായം കൂടി തേടുകയാണ്. ഇവരുടെ അക്കൗണ്ട് നമ്പർ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അത് മാത്രമല്ല, ഇവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്തതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവരുടെ വീഡിയോ ഷെയർ ചെയ്യുകയും വേണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ ഫലമായി നമ്മളിൽ ആർക്കും ഇതുപോലുള്ള കടുത്ത പരീക്ഷണങ്ങൾ സർവശക്തനായ നാഥൻ നൽകാതിരിക്കട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും ഈ ബാലിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.